ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന സെക്കൻഡ് ചാപ്റ്ററിലെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ 6 പ്രോപ്പർട്ടീസ് ഉള്ളതിൽ ആദ്യത്തെ 3 പ്രോപ്പർട്ടീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. അടുത്ത 3 പ്രോപ്പർട്ടീസ് ആണ് ഇന്ന് പഠിക്കുന്നത്. 4ാമത്തെ പ്രോപ്പർട്ടി, അതിൽ 3 പാർട്ടുണ്ട്. ഒന്ന്, സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഇക്വൽ ടു പൈ ബൈ 2. 2, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഇസ് ഇക്വൽ ടു പൈ ബൈ 2. 3, കൊസീക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സീക്ക് ഇൻവേഴ്സ് എക്സ് ഇസ് ഇക്വൽ ടു പൈ ബൈ 2. 3ൻ്റെയും കൂടെ കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ പ്രൂഫ് പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യും. 5ാമത്തെ പ്രോപ്പർട്ടി, അതിൽ 2 പാർട്ടുണ്ട്. ഒന്ന്, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഇസ് ഇക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. രണ്ടാമത്തെ, ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ഇസ് ഇക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് വൈ ബൈ 1 പ്ലസ് എക്സ് വൈ. 6ാമത്തെ പ്രോപ്പർട്ടി, 3 പാർട്ടുണ്ട്. 3ൻ്റെയും ലെഫ്റ്റ് സൈഡ് സെയിം ആണ്. 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഇക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. രണ്ടാമത്തെ വരുമ്പോൾ 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഇക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. മൂന്നാമത്തെ വരുമ്പോൾ 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഇക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 2x ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. എല്ലാത്തിൻ്റെയും കൂടെയുള്ള കണ്ടീഷൻ നമ്മൾ പ്രൂഫ് പറയുന്ന കൂട്ടത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യും. നമുക്ക് ഓരോന്നായിട്ട് പ്രൂഫ് ചെയ്ത് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനകത്തെ 6 പ്രോപ്പർട്ടീസിൽ 3 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 4ാമത്തെ പ്രോപ്പർട്ടിയാണ് പഠിക്കാൻ പോകുന്നത്. അതിനകത്ത് 3 പാർട്ടുണ്ട്. ഒന്ന്, സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഇക്വൽ ടു പൈ ബൈ 2, എക്സ് എലമെൻറ്റ് ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 1. 2, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഇസ് ഇക്വൽ ടു പൈ ബൈ 2, എക്സ് എലമെൻറ്റ് ക്യാപിറ്റൽ ആർ. 3, കൊസീക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സീക്ക് ഇൻവേഴ്സ് എക്സ് ഇസ് ഇക്വൽ ടു പൈ ബൈ 2 മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇവിടെ ഒന്നാമത്തെ കേസിൽ സൈൻ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സുമാണ് പ്രോപ്പർട്ടിയിലുള്ളത്. സൈൻ ഇൻവേഴ്സിൻ്റെയും കോസ് ഇൻവേഴ്സിൻ്റെയും ഡൊമൈൻ നമുക്കറിയാം, ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 1 ആണ്. അതുകൊണ്ടാണ് എക്സ് എലമെൻറ്റ് ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 1 എന്ന് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ പാർട്ടിലെ ടാൻ ഇൻവേഴ്സ് എക്സും കോട്ട് ഇൻവേഴ്സ് എക്സുമാണ് പ്രോപ്പർട്ടിയിൽ വന്നിട്ടുള്ളത്. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ആയാലും കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ ആയാലും ഡൊമൈൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ്. അതുകൊണ്ടാണ് എക്സ് എലമെൻറ്റ് ക്യാപിറ്റൽ ആർ എന്ന് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ പാർട്ടിൽ കൊസീക് ഇൻവേഴ്സ് എക്സും സീക്ക് ഇൻവേഴ്സ് എക്സും വന്നിട്ടുണ്ട്. ആ പ്രോപ്പർട്ടിയിൽ നമുക്കറിയാം, കൊസീക് ഇൻവേഴ്സ് എക്സിൻ്റെയും സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെയും ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സ് എവിടുന്ന് എവിടം വരെ വാല്യൂ സ്വീകരിക്കില്ല. -1നും +1നും ഇടയിലുള്ള വാല്യൂസ് എക്സ് സ്വീകരിക്കില്ല. -1 മുതൽ താഴോട്ടുള്ള നമ്പേഴ്സും +1 മുതൽ മുകളിലേക്കുള്ള വാല്യൂസും മാത്രമേ എക്സ് സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അത് രണ്ടും കൂടി ചേർത്തിട്ടാണ് നമ്മൾ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് എഴുതുന്നത്. ഇനി പ്രൂഫ് നോക്കാം. ഒന്നാമത്തേത്, സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2. ഇവിടെ LHSൽ നമുക്ക് 2 ടേംസ് ഉണ്ട്. അതിലെ ആദ്യത്തെ ടേമിനെ നമ്മൾ y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പുട്ട് y ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. ഇനി നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ സൈൻ ഇൻവേഴ്സ് വൈയുടെ പ്ലേസിലേക്ക് വരുന്നു എന്ന് വിചാരിക്കുക. സൈൻ ഇൻവേഴ്സ് ഈക്വൽ സൈൻ ഇപ്പുറത്ത് വരുമ്പോൾ ആരാകും? സൈൻ ആവും. അപ്പോൾ നമുക്ക് സൈൻ y ഇസ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതാം. സൈനിനെ നമ്മൾ കോസ് ആക്കുന്നു. സൈൻ വൈനെ എങ്ങനെ കോസാക്കി എഴുതുന്നത്? കോസ് 90 മൈനസ് തീറ്റയാണ് സൈൻ തീറ്റ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സൈൻ വൈക്ക് പകരം നമുക്ക് കോസ് 90 മൈനസ് വൈ എന്ന് എഴുതാം. അതുകൊണ്ടാണ് ഇവിടെ കോസ് പൈ ബൈ 2 മൈനസ് വൈ എന്ന് ലെഫ്റ്റ് സൈഡിൽ എഴുതി ഇസ് ഈക്വൽ ടു എക്സ്. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള കോസിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ റൈറ്റ് സൈഡിൽ ചെല്ലുമ്പോൾ കോസ് ആരാകും? കോസ് ഇൻവേഴ്സ് ആവും. ദാറ്റ് ഈസ് പൈ ബൈ 2 മൈനസ് വൈ, അത് ലെഫ്റ്റ് സൈഡിലാകും. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കോസ് റൈറ്റിലേക്ക് പോയി. അപ്പോൾ പൈ ബൈ 2 മൈനസ് വൈ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് വരും. ഇനി നമ്മൾ പൈ ബൈ 2 മൈനസ് വൈ എന്നുള്ള LHSൽ നിന്നും വൈനെ കൂടെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ നമുക്ക് എഴുതാം പൈ ബൈ 2 ഇസ് ഈക്വൽ ടു വൈ പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. വൈ ആരായിരുന്നു? നേരത്തെ നമ്മൾ വൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന്. ആ വാല്യൂ നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് വൈക്ക് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് പൈ ബൈ 2 ഇസ് ഈക്വൽ ടു വൈക്ക് പകരം സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. നമ്മൾ പ്രോപ്പർട്ടിയിൽ വന്നേക്കുന്ന പോലെ തിരിച്ചെഴുതിയെന്നേ ഉള്ളൂ. അതായത്
സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു π/2. രണ്ടാമത്തെ പാർട്ടും മൂന്നാമത്തെ പാർട്ടും ഇതേ സെയിം രീതിയിൽ നിങ്ങൾക്ക് തനിയെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അത് അസൈൻമെൻ്റ് ആയിട്ട് ചെയ്ത് നോക്കുക. അടുത്തത് അഞ്ചാമത്തെ പ്രോപ്പർട്ടി. അതിനകത്ത് രണ്ടെണ്ണമാണുള്ളത്. ഒന്ന്, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ. രണ്ടാമത്തേത് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് വൈ ബൈ 1 പ്ലസ് എക്സ് വൈ. ആദ്യത്തെ പ്രോപ്പർട്ടിയിൽ പ്ലസ് കൊടുത്തു, രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയപ്പോൾ അത് പ്ലസ് കൊടുത്തെടുത്തെല്ലാം മൈനസായി, മൈനസ് കൊടുത്തെടുത്തൊക്കെ പ്ലസ് ആയി എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ നമ്മൾ കോമ ഇട്ട് കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ പോസിറ്റീവ് ആയിരിക്കണം. ആ കണ്ടീഷൻ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ എന്ന് പറയുന്ന ഒന്നാമത്തെ പ്രോപ്പർട്ടിയുടെ RHSൽ 1 മൈനസ് എക്സ് വൈ പോസിറ്റീവ് ആകണമെങ്കിൽ എക്സ് വൈ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ലെസ് ദാൻ 1 ആയിരിക്കണം. അതിൽ രണ്ടാമത്തെ പാർട്ടിൽ എക്സ് വൈ എന്നുള്ള പ്രോഡക്റ്റ് ഗ്രേറ്റർ ദാൻ -1 ആയാലേ അതിൻ്റെ ഡിനോമിനേറ്റർ പോസിറ്റീവ് ആകുന്നുള്ളൂ. നമുക്ക് ഒന്നാമത്തേതിൻ്റെ പ്രൂഫ് നോക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ രണ്ട് ടേമിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പുട്ട് ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എ ആൻഡ് ടാൻ ഇൻവേഴ്സ് വൈ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ബി. ആദ്യത്തെ ടേമിന് ക്യാപിറ്റൽ എ എന്നും രണ്ടാമത്തെ ടേമിന് ക്യാപിറ്റൽ ബി എന്നും കൊടുക്കും. രണ്ട് സബ്സ്റ്റിറ്റ്യൂഷനകത്തും ടാൻ ഇൻവേഴ്സ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലേക്ക് പോകുന്നു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ആദ്യത്തേനകത്ത് എക്സ് അവിടെ ഉണ്ടാവും, ടാൻ ഇൻവേഴ്സ് അപ്പുറത്ത് പോകുമ്പോൾ ടാൻ ആയി, അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ടാൻ എന്ന് എഴുതാം. രണ്ടാമത്തേനകത്ത് വൈ അവിടെ ഉണ്ടാവും, വൈ ഇസ് ഈക്വൽ ടു ടാൻ ബി എന്ന് എഴുതാം. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു ടാൻ എ ആൻഡ് വൈ ഇസ് ഈക്വൽ ടു ടാൻ ബി. ഇനി നമ്മൾ ഫസ്റ്റ് ഇയറിലൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ. ഇവിടെ എക്സിൻ്റെയും വൈൻ്റെയും സ്ഥാനത്ത് ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും കൊടുത്ത് ഈ റിസൾട്ട് ഒന്ന് മാറ്റി എഴുതിയാൽ എങ്ങനെ വരും? ടാൻ ഓഫ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി എന്ന് വരും. ടാൻ എയ്ക്കും ടാൻ ബിക്കും നമുക്ക് വില കിട്ടിയിട്ടുണ്ട്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിൻ്റെ താഴെ നമുക്ക് ടാൻ എയുടെ വില എക്സ് ആണെന്നും ടാൻ ബിയുടെ വില വൈ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ എഴുതിയ റിസൾട്ടിൽ ടാൻ എയുടെ സ്ഥാനത്ത് എക്സും ടാൻ ബിയുടെ സ്ഥാനത്ത് വൈയും കൊടുത്താൽ നമുക്ക് റിസൾട്ട് എങ്ങനെയായിട്ട് മാറും? എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ എന്ന് വരും. ഇനി നമ്മൾ ആദ്യത്തെയും അവസാനത്തെയും ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ടാൻ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ, അത് രണ്ടും കൂടി ഒന്നിച്ച് നോക്കുക. ടാൻ റൈറ്റ് സൈഡിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എ പ്ലസ് ബി ലെഫ്റ്റിൽ അവിടെ കിടക്കും. ടാൻ റൈറ്റിൽ പോകുമ്പോൾ എന്താവും? ടാൻ ഇൻവേഴ്സ് ആവും. അപ്പോൾ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ എന്ന് വരും. ഇനി എയ്ക്കും ബിക്കും പകരം നമ്മൾ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വിലകൾ തിരിച്ചു കൊടുക്കാം. എ എന്തായിരുന്നു? ടാൻ ഇൻവേഴ്സ് എക്സ് ആയിരുന്നു. ബി എന്തായിരുന്നു? ടാൻ ഇൻവേഴ്സ് വൈ ആയിരുന്നു. അതുകൊണ്ട് എയുടെ സ്ഥാനത്ത് ടാൻ ഇൻവേഴ്സ് എക്സും ബിയുടെ സ്ഥാനത്ത് ടാൻ ഇൻവേഴ്സ് വൈയും കൊടുക്കാം. അപ്പോൾ എന്ത് വരും? ഈ റിസൾട്ട് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ. അപ്പോൾ ആദ്യത്തെ പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. രണ്ടാമത്തേത് ഇതേ സെയിം രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. പ്ലസ് എന്നുള്ളടത്ത് മൈനസ് എന്ന് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് അസൈൻമെൻ്റ് ആയിട്ട് ചെയ്ത് നോക്കുക. അടുത്തത് ആറാമത്തെ പ്രോപ്പർട്ടിയാണ്. ഇതിൽ 3 പാർട്ടുണ്ട്. ഒന്ന്, 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. 2, 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. 3, 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 2x ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. ഇവിടെ 3 പാർട്ടിൻ്റെയും പ്രൂഫ് നമുക്ക് ചെയ്ത് നോക്കണം. 3 പാർട്ടിൻ്റെയും കൂടെ കണ്ടീഷൻ തന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നതെന്ന് ഓരോന്നിൻ്റെയും പ്രൂഫ് ചെയ്യുന്ന കൂട്ടത്തിൽ പറയാം. ഒന്നാമത്തേത് 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇത് ചെയ്യാൻ നമ്മൾ RHS എടുക്കുന്നു.
RHS എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് 2x/1 + x² ആണ്. ഈ സൈൻ ഇൻവേഴ്സിൻ്റെ ബ്രാക്കറ്റിൽ വന്നിരിക്കുന്ന 2x/1 + x² എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള ഒരു റിസൾട്ടാണ്. എക്സിന് പകരം ടാൻ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ 2 tan θ/1 + tan² θ എന്ന് പറയുന്ന ഒരു റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തിൻ്റെ വാല്യൂ ആയിരുന്നു 2 tan θ/1 + tan² θ? സൈൻ 2θയുടെ ടാനിലുള്ള ഫോമുലയായിരുന്നു 2 tan θ/1 + tan² θ. അപ്പോൾ നമ്മളിവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ടാൻ തീറ്റ എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ഉടനെ തന്നെ നമ്മൾ തീറ്റ എന്താണെന്ന് കൂടി കണ്ടുപിടിച്ച് വെക്കണം. തീറ്റ = tan ഇൻവേഴ്സ് x ആവും. ഇനി നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ആ RHSൽ കൊടുക്കാം. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് 2x/1 + x² എന്ന് പറയുന്നത് എന്താകും? സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് ടാൻ തീറ്റ കൊടുക്കുന്നു, 2 tan θ/1 + tan² θ എന്ന് വരും. = സൈൻ ഇൻവേഴ്സ് ഓഫ് ബ്രാക്കറ്റിലുള്ളത് എന്തായിരുന്നു? നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഫോമുലയാണ്. സൈൻ 2θയുടെ ഫോമുലയാണ് ബ്രാക്കറ്റിലുള്ളത്. അതുകൊണ്ട് സൈൻ ഇൻവേഴ്സ് ഓഫ് നമുക്ക് എന്തെഴുതാം? സൈൻ 2θ എന്ന് എഴുതാം. 6 പ്രോപ്പർട്ടിയും പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പഠിച്ച ഒരു റിസൾട്ടാണ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ x = x. ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2θ എന്നാണ് വന്നത്. സൈൻ ഇൻവേഴ്സും സൈനും കൂടെ പരസ്പരം ക്യാൻസൽ ആകുന്നു എന്ന് സങ്കല്പിക്കാം. ബാക്കി എന്ത് വരും? 2θ എന്ന് വരും. = 2 × തീറ്റയ്ക്ക് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്ത് തീറ്റ കണ്ടുപിടിച്ചിരുന്നു. തീറ്റ എന്താണ്? ടാൻ ഇൻവേഴ്സ് x. അപ്പോൾ 2θ എന്നുള്ളത് എന്തായി? 2 tan ഇൻവേഴ്സ് x. എന്ത് കിട്ടി നമുക്ക്? നമ്മൾ RHS എടുത്തായിരുന്നു ചെയ്തത്. നമ്മുടെ LHS 2 tan ഇൻവേഴ്സ് x ആയിരുന്നു. നമുക്ക് 2 tan ഇൻവേഴ്സ് x എന്ന LHS കിട്ടി. അപ്പോൾ RHS എടുത്ത് നമ്മൾ LHS പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് പാർട്ടിൻ്റെ കൂടെ mod x <= 1 എന്ന് വന്നിട്ടുണ്ട്. ആ കണ്ടീഷൻ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നാണ് അടുത്തത് പറയാൻ പോകുന്നത്. നമ്മൾ പ്രോപ്പർട്ടി പഠിക്കുന്നതിന് മുമ്പ് ഒരു റിസൾട്ട് പഠിച്ചിരുന്നു. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ x = x. ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് തീറ്റ വെച്ചിട്ട് എഴുതാം. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ θ സൈൻ ഇൻവേഴ്സും സൈനും കൂടി ക്യാൻസലായി പോയി തീറ്റ എന്ന ആൻസർ കിട്ടും. അതെപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ അവിടെ പറഞ്ഞായിരുന്നു. എപ്പോഴാണ്? തീറ്റ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? സൈനിൻ്റെ കൂടെ. അപ്പോൾ സൈനിൻ്റെ ഡൊമൈനായ -π/2 +π/2 ഇടയ്ക്കായിരിക്കും തീറ്റ വരുന്നത്. അപ്പം നമ്മളവിടെ കണ്ടീഷൻ പറയുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ θ = തീറ്റ വെൻ -π/2 <= തീറ്റ <= π/2 എന്ന് പറയും. ഇവിടെ നമുക്ക് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2θ = 2θ എന്ന് കിട്ടിയായിരുന്നു. അപ്പം നമ്മൾ ഈ റിസൾട്ടിൻ്റെ സ്ഥാനത്ത് 2θ കൊടുത്ത് എഴുതുമ്പോൾ എന്ത് വരും? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2θ = 2θ. അപ്പം നമുക്ക് ഈ കണ്ടീഷൻ, ഈ സൈനിൻ്റെ ഡൊമൈനിൽ ആംഗിൾ വരത്തക്ക രീതിയിലുള്ള കണ്ടീഷൻ എങ്ങനെ എഴുതാം? വെൻ -π/2 <= തീറ്റ എന്നുള്ളിടത്ത് 2θ കൊടുക്കുക, <= π/2 എന്ന് എഴുതാം. ഇപ്പോൾ എഴുതിയ ഈ കണ്ടീഷനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ -π/2 എന്നുള്ളതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താകും? -π/4 ആകും. 2θയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ തീറ്റയാകും. പിന്നെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന π/2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ π/4 ആകും. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്തായി? -π/4 <= തീറ്റ <= π/4 എന്നായി. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് നമ്മൾ തീറ്റ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തീറ്റയ്ക്ക് പകരം ആ വില കൊടുക്കുക. അപ്പോൾ എന്ത് വരും? -π/4 <= തീറ്റ എന്തായിരുന്നു? ടാൻ ഇൻവേഴ്സ് x ആയിരുന്നു. അപ്പോൾ തീറ്റയുടെ സ്ഥാനത്ത് ടാൻ ഇൻവേഴ്സ് x കൊടുക്കുന്നു. വീണ്ടും <= π/4. ഇനി എല്ലായിടും ടാൻ അപ്ലൈ ചെയ്യുന്നു. അപ്പം നമുക്ക് എഴുതാം ടാൻ ഓഫ് -π/4 <= ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് x <= ടാൻ ഓഫ് π/4. നമുക്ക് ടാൻ π/4ൻ്റെയും ടാൻ -π/4ൻ്റെയും വില അറിയാം. ടാൻ -π/4 എന്ന് പറഞ്ഞാൽ -1 ആണ്. ടാൻ π/4 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ എന്ത് വരും? ടാൻ -π/4ൻ്റെ അവിടെ -1 <= ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് x എന്താവും? ടാനും ടാൻ ഇൻവേഴ്സും ക്യാൻസലായിട്ട് x വരും. വീണ്ടും <= ടാൻ π/4ൻ്റെ അവിടെ നമുക്ക് 1 കൊടുക്കാം. അപ്പം -1 തൊട്ട് +1 വരെയാണ് എക്സിൻ്റെ വാല്യൂ. -1
ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ള കണ്ടീഷനെ നമുക്ക് ഒന്നിച്ച് mod x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് എഴുതാം. അതുകൊണ്ടാണ് ഒന്നാമത്തതിൻ്റെ കണ്ടീഷൻ mod x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് വന്നത്. ഇനി അതിലെ രണ്ടാമത്തെ പാർട്ട് 2 tan inverse x is equal to cos inverse of 1 minus x square by 1 plus x square for x greater than or equal to 0. ഇവിടെയും നമ്മൾ RHS എടുത്താണ് ചെയ്യുന്നത്. RHS cos inverse of 1 minus x square by 1 plus x square. നേരത്തെ ചെയ്ത പോലെ ഇവിടെയും എക്സിന് ടാൻ തീറ്റ എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഒരു ഫോമുല നമുക്ക് കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ തീറ്റ എന്താണെന്ന് കൂടെ കണ്ടുപിടിക്കണം. തീറ്റ എന്താ വരും? ടാൻ അപ്പുറത്ത് പോകുന്നു. തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് വരും. അപ്പോൾ RHSനകത്ത് നമ്മൾ ഈ ടാൻ തീറ്റ എന്നുള്ള വാല്യൂ എക്സിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? കോസ് ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. കോസ് ഇൻവേഴ്സിൻ്റെ ബ്രാക്കറ്റിൽ കിടക്കുന്ന 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ നമ്മൾ പഠിച്ച ഒരു ഫോമുലയാണ്. എന്തായിരുന്നു അതിൻ്റെ വാല്യൂ? കോസ് 2 തീറ്റയുടെ വിലയാണ്. കോസ് 2 തീറ്റയ്ക്ക് ടാനിലുള്ള ഫോമുലയാണ് 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. അപ്പോൾ നമുക്ക് കോസ് ഇൻവേഴ്സിനകത്ത് എന്തെഴുതാം? കോസ് ഇൻവേഴ്സിൻ്റെ ബ്രാക്കറ്റിൽ കോസ് 2 തീറ്റ എന്ന് എഴുതാം. ഇനി കോസ് ഇൻവേഴ്സും കോസും കൂടെ അങ്ങ് പോയിട്ട് ആൻസർ എന്താവും? 2 തീറ്റ എന്ന് വരും. തീറ്റയ്ക്ക് പകരം ടാൻ ഇൻവേഴ്സ് എക്സ് എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്ത് കിട്ടിയ വാല്യൂ നമ്മൾ കൊടുക്കുന്നു. 2 തീറ്റ ഇസ് ഇക്വൽ ടു 2 ടാൻ ഇൻവേഴ്സ് എക്സ്. 2 ടാൻ ഇൻവേഴ്സ് എക്സ് ആയിരുന്നല്ലോ LHS. അപ്പോൾ നമ്മൾ RHS എടുത്ത് LHS പ്രൂവ് ചെയ്തു. പ്രൂഫ് ഓക്കെ ആയി. ഇനി നമുക്കതിൻ്റെ കണ്ടീഷൻ എന്തുകൊണ്ടാണ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വന്നത് എന്ന് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ പ്രോപ്പർട്ടി പഠിക്കുന്നതിന് മുമ്പ് പഠിച്ച റിസൾട്ടിലേക്ക് പോകുന്നു. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് തീറ്റ എന്ന് പറയാം. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റയാവും. കോസ് ഇൻവേഴ്സും കോസും കൂടെ ഇല്ലാതായിട്ട് തീറ്റ എന്ന് അവിടെ വരും. അപ്പോൾ അങ്ങനെ ആ റിസൾട്ട് എഴുതണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? തീറ്റ എന്ന് പറയുന്നത് കോസിൻ്റെ ഡൊമൈനിലായിരിക്കണം. കോസിൻ്റെ ഡൊമൈൻ എന്താണ്? 0 തൊട്ട് പൈ വരെ. അപ്പോൾ നമുക്ക് പറയാം കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റ വെൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ. ഇനി നമ്മുടെ കണ്ടീഷൻ തീറ്റ അല്ലായിരുന്നു. നമ്മൾ തൊട്ട് മുകളിൽ എഴുതി നിർത്തിയത് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 2 തീറ്റ ആണ്. അപ്പോൾ നമുക്ക് ഈ തീറ്റയുടെ സ്ഥാനത്ത് 2 തീറ്റ കൊടുത്ത് ഈ റിസൾട്ട് ഒന്ന് മാറ്റി എഴുതാം. അപ്പോൾ ഹിയർ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 2 തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് വരും? 2 തീറ്റ എന്ന് വരും. അപ്പോൾ കണ്ടീഷൻ എന്താണ്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ എന്നുള്ളിടത്ത് 2 തീറ്റ കൊടുക്കുക, ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ. ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 0 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 തന്നെ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 തീറ്റയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ തീറ്റ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈനെ ഡിവൈഡ് ചെയ്യുമ്പോൾ പൈ ബൈ 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ബൈ 2 എന്ന് വന്നു. ഇനി തീറ്റയ്ക്ക് പകരമുള്ള വില അപ്ലൈ ചെയ്യുന്നു. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ എന്തായിരുന്നു? ടാൻ ഇൻവേഴ്സ് എക്സ് ആയിരുന്നു. അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ബൈ 2 എന്ന് കിട്ടി. ഇനി എല്ലായിടത്തും ടാൻ അപ്ലൈ ചെയ്യുന്നു. ടാൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടാൻ പൈ ബൈ 2. ഇനി എല്ലായിടത്തും അതിൻ്റെ വില കൊടുക്കുന്നു. ടാൻ 0 നമുക്കറിയാം 0 ആണെന്ന്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്താണ്? എക്സ് ആണ്. അപ്പോൾ അവിടെ എക്സ് കൊടുത്തു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടാൻ 90 എന്താണ്? ടാൻ പൈ ബൈ 2. നോട്ട് ഡിഫൈൻഡ് ആണ്. നമ്മളവിടെ ഇൻഫിനിറ്റി എന്നുള്ള സിമ്പലാണ് കൊടുക്കുന്നത്. അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് വരും. 0 തൊട്ട് ഇൻഫിനിറ്റി വരെ എന്ന് പറഞ്ഞാൽ ഏത് പാർട്ടാണ്? പോസിറ്റീവ് റിയൽ നമ്പേഴ്സാണ് 0 ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ടാണ് നമ്മൾ കണ്ടീഷൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എടുത്തത്. ഇനി ആറാമത്തെ പ്രോപ്പർട്ടിയിലെ മൂന്നാമത്തെ പാർട്ട് 2 tan inverse x is equal to tan inverse of 2x by 1 minus x square for -1 less than x less than 1. നേരത്തെ ചെയ്ത പോലെ RHS എടുത്ത് LHS എന്ന് പ്രൂവ് ചെയ്യുവാണ് ഇവിടെയും ചെയ്യുന്നത്. RHS tan inverse of 2x by 1 minus x square
ഇവിടെയും നമ്മൾ എക്സ് ഇസ് ഇക്വൽ ടു ടാൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ തീറ്റ ഇസ് ഇക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. ആർ എച്ച് എസ് എന്ത് വരും? ടാൻ ഇൻവേഴ്സ് ഓഫ് 2x/1 മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഇക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് ടാൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2 ടാൻ തീറ്റ ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. ആ ബ്രാക്കറ്റിലുള്ളത് ആരാണ്? ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ച ഒരു ഫോമുലയാണ്. 2 ടാൻ തീറ്റ ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ 2 തീറ്റയുടെ ഫോമുലയാണ്. ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ബ്രാക്കറ്റിലുള്ളത് ടാൻ 2 തീറ്റ. ഈ ടാൻ ഇൻവേഴ്സും ടാനും ക്യാൻസലായി പോകുന്നു എന്ന് സങ്കല്പിക്കാം. ഈസ് ഈക്വൽ ടു ആൻസർ 2 തീറ്റ. 2 തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു തീറ്റയ്ക്ക് പകരം ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു 2 ടാൻ ഇൻവേഴ്സ് എക്സ്. അതായിരുന്നല്ലോ നമ്മുടെ LHS. അപ്പോൾ നമ്മൾ RHS എടുത്ത് LHS പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് കണ്ടീഷൻ എന്തുകൊണ്ടാണ് -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്ന് വന്നത് എന്ന് നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ച റിസൾട്ടിലേക്ക് പോകുന്നു. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ എന്ന് പറയുന്നത് തീറ്റയാണ്. അങ്ങനെ റിസൾട്ട് പറയണമെങ്കിൽ തീറ്റ എവിടെ വരണം? ടാനിൻ്റെ ഡൊമൈനിൽ വരണം. -90 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ 90. ഇനി നമുക്കിവിടെ ടാൻ തീറ്റ എന്നുള്ളിടത്ത് 2 തീറ്റ കൊടുത്ത് റിസൾട്ട് മാറ്റി എഴുതാം. കാരണം നമ്മൾ ചെയ്തത് തൊട്ട് മുകളിൽ 2 തീറ്റ ആയിരുന്നു. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ എന്നല്ല, ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ 2 തീറ്റ എന്നാണ് നമ്മൾ പ്രോപ്പർട്ടിയിൽ ചെയ്തത്. അതുകൊണ്ട് തീറ്റയ്ക്ക് പകരം 2 തീറ്റ കൊടുത്ത് ഈ റിസൾട്ട് ഒന്ന് മാറ്റി എഴുതാം. എന്ത് വരും? ഹിയർ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ 2 തീറ്റ ഇസ് ഇക്വൽ ടു 2 തീറ്റ. അപ്പോൾ ഡൊമൈൻ എന്താകും? -π/2 ലെസ് ദാൻ തീറ്റയ്ക്ക് പകരം 2 തീറ്റ ലെസ് ദാൻ π/2. ഇനി എല്ലായിടത്തും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്ത് വരും? -π/2 എന്നുള്ളിടത്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം -π/4 ലെസ് ദാൻ 2 തീറ്റ എന്നുള്ളതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ തീറ്റ ലെസ് ദാൻ π/2 എന്നുള്ളിടത്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ π/4. ഇനി നമ്മൾ തീറ്റയ്ക്ക് പകരം നേരത്തെ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷനിലെ വാല്യൂ കൊടുക്കുന്നു. തീറ്റ എന്തായിരുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തീറ്റ കണ്ടുപിടിച്ചിരുന്നു. തീറ്റ ഇസ് ഇക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന്. ആ വില ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ -π/4 ലെസ് ദാൻ ടാൻ ഇൻവേഴ്സ് എക്സ് ലെസ് ദാൻ π/4. ഇനി നമ്മൾ എല്ലായിടത്തും ടാൻ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ടാൻ ഓഫ് -π/4 ലെസ് ദാൻ ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ലെസ് ദാൻ ടാൻ π/4. ടാൻ -π/4 ആരായിരുന്നു? -1. അപ്പോൾ -1 ലെസ് ദാൻ ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ആരാവും? ടാനും ടാൻ ഇൻവേഴ്സ് പോയിട്ട് എക്സ് വരും. അപ്പോൾ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ലാസ്റ്റ് പാർട്ട് എന്താണ്? ടാൻ π/4. ടാൻ π/4ൻ്റെ വിലയും 1 ആണ്. അതുകൊണ്ട് നമുക്ക് കണ്ടീഷൻ എന്ത് കിട്ടി? -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. അതുകൊണ്ടാണ് കണ്ടീഷൻ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് അടുത്തത്. ക്വസ്റ്റ്യൻ 1. ഷോ ദാറ്റ് എ sin inverse of 2x into root 1 minus x square is equal to 2 sin inverse x. -1/√2 less than or equal to x less than or equal to 1/√2. B. Sin inverse of 2x into root 1 minus x square is equal to 2 cos inverse x. 1/√2 less than or equal to x less than or equal to 1. എ എന്നും ബി എന്നും 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻ്റെയും ലെഫ്റ്റ് സൈഡ് സെയിം ആണ്. പക്ഷേ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 2 സൈൻ ഇൻവേഴ്സ് എക്സ് എന്നും രണ്ടാമത്തേത് പ്രൂവ് ചെയ്യേണ്ടത് 2 കോസ് ഇൻവേഴ്സ് എക്സ് എന്നുമാണ്. നമുക്ക് ഷോ ദാറ്റ്, പ്രൂവ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനകത്ത് എക്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലാണ് RHS കിട്ടുന്നതെന്ന് അറിയാൻ ഒരു മാർഗ്ഗമുണ്ട്. ഈ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസിനകത്തൊക്കെ റൈറ്റ് സൈഡിൽ എന്താണോ നമുക്ക് ആൻസറായിട്ട് കിട്ടേണ്ടത് അത് നോക്കിയാൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ ക്വസ്റ്റ്യനകത്ത് നമുക്ക് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ് ആൻസറിനകത്ത് വരുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യനകത്ത് നമ്മൾ എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് സൈൻ തീറ്റ എന്നാണ്. എന്നാൽ സെയിം LHS തന്നെയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനും ഉള്ളത്. പക്ഷേ അതിൻ്റെ ആൻസറിനകത്തുള്ളത് കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. അതുകൊണ്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യനകത്ത് എക്സിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കോസ് തീറ്റ എന്നാണ്. അങ്ങനെ നമുക്ക് ആൻസറിൽ എന്താണ് വരുന്നതെന്ന് നോക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും.
എത്തരം ക്വസ്റ്റ്യനകത്ത്? ഷോ ദാറ്റ്, പ്രൂവ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് തരുന്ന ക്വസ്റ്റ്യനകത്ത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. LHS എടുക്കുന്നു. നമുക്ക് ആൻസർ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടേണ്ടതുകൊണ്ട് എക്സിന് സൈൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പുട്ട് എക്സ് ഇസ് ഇക്വൽ ടു സൈൻ തീറ്റ. അപ്പോൾ തീറ്റ എന്ത് വരും? തീറ്റ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ് ആവും. നമ്മൾ LHSൽ എക്സിന് പകരം സൈൻ തീറ്റ എന്ന് നമുക്ക് ഈ വാല്യൂ കൊടുക്കാം. ദെൻ സൈൻ ഇൻവേഴ്സ് ഓഫ് 2x ഇൻറ്റു റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഇക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2x എന്നുള്ളിടത്ത് 2 ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളിടത്ത് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഇക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2 സൈൻ തീറ്റ അതുപോലെ എഴുതി. റൂട്ടിനകത്ത് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ആരാണ്? കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ റൂട്ടിനകത്ത് കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതി. ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2 സൈൻ തീറ്റ അതുപോലെ എഴുതി. റൂട്ടിനകത്തുനിന്ന് കോസ് സ്ക്വയർ തീറ്റ പുറത്ത് വരുമ്പോൾ കോസ് തീറ്റ. ഇപ്പോൾ ബ്രാക്കറ്റ് വന്നിരിക്കുന്നത് 2 സൈൻ തീറ്റ കോസ് തീറ്റയാണ്. അത് എന്തിൻ്റെ ഫോർമുലയാണ്? നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. എന്താണ് 2 സൈൻ തീറ്റ കോസ് തീറ്റ? സൈൻ 2 തീറ്റയുടെ ഫോർമുലയാണ് 2 സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ സൈൻ ഇൻവേഴ്സിൻ്റെ ബ്രാക്കറ്റിൽ നമുക്ക് എന്തെഴുതാം? 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വന്നെടുത്ത് നമുക്ക് സൈൻ 2 തീറ്റ എന്ന് കൊടുക്കാം. ഇനി സൈൻ ഇൻവേഴ്സും സൈനും പരസ്പരം ഇൻവേഴ്സുകളാണ്. അതുകൊണ്ട് നമുക്ക് ആൻസർ 2 തീറ്റ എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു തീറ്റയുടെ സ്ഥാനത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്ത് നമ്മൾ തീറ്റ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. 2 തീറ്റ ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ്. ഇപ്പോൾ നമ്മൾ LHS എടുത്ത് RHS പ്രൂവ് ചെയ്തു. ഇനി അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതിനകത്ത് നമുക്ക് കോസ് ഇൻവേഴ്സ് എക്സ് എന്നാണ് ആൻസർ കിട്ടേണ്ടത്. അതുകൊണ്ട് നമ്മൾ LHSൽ എക്സിന് പകരം കോസ് തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പുട്ട് എക്സ് ഇസ് ഇക്വൽ ടു കോസ് തീറ്റ. എക്സിന് കോസ് തീറ്റ എന്ന് കൊടുത്താൽ തീറ്റ എന്ത് വരും? ദെൻ തീറ്റ ഇസ് ഇക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ്. ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുന്നു. ദെൻ സൈൻ ഇൻവേഴ്സ് ഓഫ് 2x ഇൻറ്റു റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് ഓഫ് 2 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് കോസ് തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളിടത്ത് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഇക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2 കോസ് തീറ്റ ഇൻറ്റു റൂട്ടിനകത്ത് ആരാ ഉള്ളത്? 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ തീറ്റ. അത് റൂട്ടിൽ നിന്ന് വെളിയിൽ വരുമ്പോൾ സൈൻ തീറ്റ. അപ്പോൾ ബ്രാക്കറ്റിനുള്ളിൽ നമുക്ക് എന്ത് കിട്ടി? 2 കോസ് തീറ്റ സൈൻ തീറ്റ. 2 കോസ് തീറ്റ സൈൻ തീറ്റ തന്നെയാണ് 2 സൈൻ തീറ്റ കോസ് തീറ്റയായി അറിയാമല്ലോ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് നമുക്ക് എഴുതാം. 2 സൈൻ തീറ്റ കോസ് തീറ്റ ആരാണ്? സൈൻ 2 തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2 തീറ്റ. സൈൻ ഇൻവേഴ്സും സൈനും പരസ്പര ഇൻവേഴ്സുകളാണ്. ദെർഫോർ ആൻസർ ഇസ് ഈക്വൽ ടു 2 തീറ്റ ഈക്വൽസ് 2 ഇൻറ്റു തീറ്റയ്ക്ക് പകരം ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത കോസ് തീറ്റ എന്നായിരുന്നു എക്സിന്. അതുകൊണ്ട് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് എന്നാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടും. ഇനി നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ കണ്ടീഷനിലേക്ക് ഒന്ന് നോക്കിക്കേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു? -1/√2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/√2 എന്നായിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ കണ്ടീഷൻ. ആ കണ്ടീഷൻ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനകത്ത് എന്താ ആൻസർ വന്നത്? ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് നോക്കിക്കേ. നമുക്ക് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2 തീറ്റ എന്ന് കിട്ടിയായിരുന്നു. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2 തീറ്റ ഇസ് ഇക്വൽ ടു 2 തീറ്റ എന്ന് നമ്മളൊരു സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ വരണമെങ്കിൽ നമ്മൾ 6 പ്രോപ്പർട്ടിയും പഠിക്കുന്നതിന് മുമ്പ് പഠിച്ച റിസൾട്ടാണ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2 തീറ്റ ഇസ് ഇക്വൽ ടു 2 തീറ്റ എന്ന് എഴുതണമെങ്കിൽ 2 തീറ്റ എവിടെ വരണം? സൈനിൻ്റെ ഡൊമെയിനിൽ വരണം. അതാണ് ഈ ഗ്രീൻ കളറിലെ ബോക്സിലേക്ക് നോക്കുക. സൈനിൻ്റെ ഡൊമെയിനായ -π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2. അതായത് 2 തീറ്റ സൈനിൻ്റെ ഡൊമെയിനായ -π/2നും +π/2നും ഇടയ്ക്ക് വരണം. ഇനി എല്ലായിടത്തും ഒന്ന് 2 കൊണ്ട് ഹരിച്ചേ എന്ത് വരും? -π/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/4. ഇനി തീറ്റയ്ക്ക് പകരമുള്ള വില കൊടുക്കുക. -π/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ എന്തായിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ? സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/4. ഇനി എല്ലായിടത്തും സൈൻ അപ്ലൈ ചെയ്യുന്നു. സൈൻ ഓഫ് -π/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ π/4. ഇനി അവരുടെ വില കൊടുക്കുന്നു. സൈൻ ഓഫ് -π/4 ആരാണ്? -1/√2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്താണ്? എക്സ്.
ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ പൈ ബൈ 4 എന്താണ് 1/√2. അതുകൊണ്ടാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ റൈറ്റ് സൈഡിൽ ആ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത് -1/√2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/√2 എന്ന് കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ്റെയും കണ്ടീഷൻ എന്തുകൊണ്ടാണ് വന്നതെന്ന് നിങ്ങൾക്ക് തനിയെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അത് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 2. ഷോ ദാറ്റ് tan inverse 1/2 plus tan inverse 2/11 is equal to tan inverse 3/4. നമ്മൾ അഞ്ചാമത്തെ പ്രോപ്പർട്ടിക്കകത്ത് പഠിച്ചിട്ടുള്ള ഒരു പാർട്ടാണ് tan inverse x plus tan inverse y is equal to tan inverse of x plus y by 1 minus xy. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ലെഫ്റ്റ് സൈഡും സെയിം അല്ലേ നോക്കിയേ. എക്സിൻ്റെ സ്ഥാനത്ത് 1/2ഉം വൈൻ്റെ സ്ഥാനത്ത് 2/11ഉം കൊടുത്താൽ പോരെ, നമുക്ക് ആൻസർ കിട്ടുമല്ലോ. ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ ഇൻ LHS put x is equal to 1/2 and y is equal to 2/11. എന്ത് വരും? tan inverse 1/2 plus tan inverse 2/11 is equal to പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പം tan inverse of x plus y എന്നുള്ളിടത്ത് 1/2 plus 2/11 ഡിവൈഡഡ് ബൈ 1 minus xy എന്നുള്ളിടത്ത് 1 minus 1/2 ഇൻറ്റു 2/11 is equal to റൈറ്റ് സൈഡ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. tan inverse ഓഫ് ബ്രാക്കറ്റിനുള്ളിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ട്. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും പ്രത്യേകം LCM ചെയ്യണം. LCM എന്താണ്? 2 × 11. അപ്പം ന്യൂമറേറ്ററിൽ ആദ്യം 2 × 11 കൊടുക്കുമ്പോൾ ന്യൂമറേറ്ററിൻ്റെ ന്യൂമറേറ്റർ എന്ത് വരും? 1 × 11 പ്ലസ് 2 × 2 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ശ്രദ്ധിച്ചേ, ഡിനോമിനേറ്ററിലുമുണ്ട് LCM എടുക്കണം. 2 × 11 ഡിനോമിനേറ്ററിൻ്റെ ന്യൂമറേറ്ററിൽ എന്ത് വരും? 2 × 11 22 മൈനസ് 2. ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും LCM എടുത്തത് വെട്ടിപ്പോവും. ബാക്കി 1 × 11 പ്ലസ് 2 × 2 എന്താണ്? 11 പ്ലസ് 4 15. താഴെയോ 22 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 20. അപ്പോൾ നമുക്ക് ആൻസർ tan inverse ഓഫ് 15/20 എന്ന് വരും. ഇനി രണ്ടിടത്തും 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ tan inverse ഓഫ് 3/4 എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 3. ഷോ ദാറ്റ് 2 tan inverse 1/2 പ്ലസ് tan inverse 1/7 is equal to tan inverse 31/70. നമ്മൾ LHS എടുക്കുന്നു. 2 tan inverse 1/2 പ്ലസ് tan inverse 1/7. ക്വസ്റ്റ്യൻ നമ്പർ 2ഉം ക്വസ്റ്റ്യൻ നമ്പർ 3യുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്നൊന്ന് ശ്രദ്ധിച്ചേ. ക്വസ്റ്റ്യൻ നമ്പർ 2ലും tan inverse ഉള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 3യിലും tan inverseൻ്റെ ക്വസ്റ്റ്യനാണ്. പക്ഷേ ക്വസ്റ്റ്യൻ നമ്പർ 2ൽ നമ്മുടെ പ്രോപ്പർട്ടി നേരിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ tan inverse x പ്ലസ് tan inverse y എന്നുള്ള രീതിയിലായിരുന്നു LHS കിടന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3യിലോ tan inverse x പ്ലസ് tan inverse y എന്നാണോ കിടക്കുന്നത് ക്വസ്റ്റ്യൻ? അല്ല. ലെഫ്റ്റ് സൈഡ് 2 tan inverse x എന്നാണ് LHSൻ്റെ ഒന്നാമത്തെ ടേം. അപ്പോൾ 2 tan inverse x പ്ലസ് tan inverse y എന്ന് കിടന്നാൽ നമുക്ക് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആറാമത്തെ പ്രോപ്പർട്ടിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 tan inverse x എന്താണെന്ന്. എന്താണ് 2 tan inverse x? 2 tan inverse x is equal to tan inverse ഓഫ് 2x by 1 minus x². ആദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ്റെ LHSലെ ആദ്യത്തെ ടേമിന് ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. അതിന് ശേഷമേ അഞ്ചാമത്തെ പ്രോപ്പർട്ടി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ 2 tan inverse 1/2 എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. 2 tan inverse x എന്നുള്ള പ്രോപ്പർട്ടി കണ്ടല്ലോ. എക്സിൻ്റെ സ്ഥാനത്ത് 1/2 കൊടുത്താൽ മതി ഈ പ്രോപ്പർട്ടിക്കകത്ത്. അപ്പോൾ നമുക്ക് 2 tan inverse 1/2ൻ്റെ വില കിട്ടും. ഈസ് ഇക്വൽ ടു tan inverse ഓഫ് എന്താണ് 2 tan inverse എക്സിൻ്റെ വില? tan inverse ഓഫ് 2x by 1 minus x². അപ്പോൾ ആദ്യത്തെ ടേം എന്തായിട്ട് മാറും? tan inverse ഓഫ് 2 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് 1/2 ബൈ 1 മൈനസ് x²ൻ്റെ സ്ഥാനത്ത് 1/2ൻ്റെ സ്ക്വയർ, അതായത് 1/4 പ്ലസ് രണ്ടാമത്തെ ടേം അതുപോലെ എഴുതി tan inverse 1/7 ഈസ് ഇക്വൽ ടു ഫസ്റ്റ് ടേം വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. tan inverse ഓഫ് 2 ഇൻറ്റു 1/2 എന്താണ്? 2/2 ബൈ 1 മൈനസ് 1/4നെ LCM എടുത്ത് ചെയ്യുമ്പോൾ എന്ത് വരും? 3/4 പ്ലസ് tan inverse 1/7 വീണ്ടും അതുപോലെ തന്നെ കൊടുത്തു. ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേമിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യുന്നു.
ടാൻ ഇൻവേഴ്സ് ഓഫ് 2/2 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1/3/4 എന്ന് വെച്ചാൽ എന്ത് വരും? ടാൻ ഇൻവേഴ്സ് ഓഫ് 4/3 എന്നാവും. അപ്പോൾ ആദ്യത്തെ ടേം ടാൻ ഇൻവേഴ്സ് 4/3 പ്ലസ് രണ്ടാമത്തെ ടേം അതുപോലെ ടാൻ ഇൻവേഴ്സ് 1/7. ഇനി നമുക്ക് അഞ്ചാമത്തെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ LHS എന്തായി? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്നുള്ള ഫോമിലായി. ഇനി നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 1 - xy എന്നുള്ള അഞ്ചാമത്തെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ 4/3 ആണ്, വൈൻ്റെ സ്ഥാനത്ത് 1/7 ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ എന്നുള്ളിടത്ത് 4/3 പ്ലസ് 1/7 ബൈ 1 - xy എന്നുള്ളിടത്ത് 1 - 4/3 ഇൻറ്റു 1/7. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും LCM എടുക്കുന്നു. LCM 21 ആണ്. അതുകൊണ്ട് ടാൻ ഇൻവേഴ്സ് ഓഫ് ന്യൂമറേറ്ററിൽ 21ൻ്റെ മുകളിൽ എന്ത് വരും? 28 + 3. ഡിനോമിനേറ്ററിൽ 21ൻ്റെ മുകളിൽ 21 - 4. 21ഉം 21ഉം ക്യാൻസലായി. ബാക്കി ടാൻ ഇൻവേഴ്സ് ഓഫ് 28 + 3 എന്ന് പറഞ്ഞാൽ 31, 21 - 4 എന്ന് പറഞ്ഞാൽ 17. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടി ടാൻ ഇൻവേഴ്സ് ഓഫ് 31/17. Question number 4. Express tan inverse of cos x by 1 - sin x in simplest form. ഇവിടെ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ അല്ല, സിംപ്ലസ്റ്റ് ഫോമിലാക്കാനാണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ബൈ 1 - sin എക്സിനെ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതണം. നമുക്ക് ക്വസ്റ്റ്യൻ എടുക്കാം. ടാൻ ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ബൈ 1 - sin എക്സ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് കോസിനെ നമ്മൾ സൈൻ ആക്കുന്നു, ഡിനോമിനേറ്ററിലുള്ള സൈനിനെ കോസ് ആക്കുന്നു. കോസിനെ എങ്ങനെ സൈൻ ആക്കാൻ പറ്റുന്നത്? നമുക്കറിയാം സൈൻ 90 - x ആണ് കോസ് എക്സ്. അപ്പോൾ ന്യൂമറേറ്ററിലെ കോസ് എക്സിന് പകരം സൈൻ 90 - x എന്ന് കൊടുക്കാം. താഴെ 1 - sin x ആയിരുന്നു. 1 - sin xന് പകരം എന്ത് കൊടുക്കാം? കോസ് 90 - x ആണ് സൈൻ എക്സ്. അതുകൊണ്ട് സൈൻ എക്സിന് പകരം കോസ് 90 - x എന്ന് കൊടുക്കാം. ഇനി ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന 90 - xനെ തീറ്റ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സൈൻ തീറ്റ എന്നുള്ള രീതിയിൽ ന്യൂമറേറ്ററിലുണ്ട്. 1 - കോസ് തീറ്റ എന്നൊരു എക്സ്പ്രഷൻ ഡിനോമിനേറ്ററിലുമുണ്ട്. ഇവർക്ക് പകരം നമ്മൾ ഫസ്റ്റ് ഇയറിൽ ട്രിഗണോമെട്രിയിൽ ഹാഫ് ആംഗിൾ ഫോമുല പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ വില കൊടുക്കണം. എന്തായിരുന്നു ഹാഫ് ആംഗിൾ ഫോമുല? സൈൻ തീറ്റയ്ക്ക് എന്താണ് പഠിച്ചത്? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 2 sin θ/2 cos θ/2. അപ്പം നമ്മളിവിടെ സൈൻ തീറ്റ എന്നുള്ളതിന് പകരം സൈൻ തീറ്റയ്ക്ക് പകരം 90 - x ആണ്. അപ്പോൾ സൈൻ 90 - xന് പകരം സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 2 sin θ/2 cos θ/2 എന്നുള്ള ഫോമുല അപ്ലൈ ചെയ്യുന്നു. അതുപോലെ താഴത്തെ ഡിനോമിനേറ്ററിലെ 1 - cos θ, 1 - cos θയ്ക്ക് എന്താണ് ഫോമുല പഠിച്ചിരിക്കുന്നത്? 2 sin² θ/2. ആ ഫോമുല അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് ന്യൂമറേറ്ററിലെ സൈൻ 90 - xനെ തീറ്റ എന്ന് വിചാരിച്ച് ആൻസർ എഴുതുമ്പോൾ എന്ത് വരും? 2 sin θ/2 cos θ/2. അതായത് 2 sin തീറ്റയ്ക്ക് പകരം 90 - x/2 ഇൻറ്റു കോസ് തീറ്റ എന്നുള്ളതിന് പകരം 90 - x/2. θ/2 ആണ്, അതുകൊണ്ടാണ് /2 വന്നത്. താഴെ ഡിനോമിനേറ്ററിൽ 1 - cos θയ്ക്ക് പകരം 2 sin² θ/2. ലെഫ്റ്റ് സൈഡിൽ തീറ്റയാണ്, റൈറ്റ് സൈഡിൽ വരുമ്പോൾ അത് θ/2 ആവും. അപ്പോൾ നമ്മളിവിടെ ആൻസർ എഴുതുന്നിടത്ത് 2 sin² θ/2 എന്നുള്ളിടത്ത് തീറ്റയ്ക്ക് പകരം 90 - x/2 കൂടി കൊടുക്കുക. ഇനി നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ആദ്യമുള്ള 2 അങ്ങ് ക്യാൻസലായി പോകും. അതുപോലെ ന്യൂമറേറ്ററിലൊരു സൈൻ 90 - x/2 ഉണ്ട്, ഡിനോമിനേറ്ററിൽ sin² 90 - x/2 ഉണ്ട്. അപ്പോൾ ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും സൈൻ 90 - x/2 അങ്ങ് ക്യാൻസലാകും. ബാലൻസ് എന്തുണ്ട്? ടാൻ ഇൻവേഴ്സ് ഓഫ് മുകളിൽ കോസിൻ്റെ ഒരു ടേം മാത്രമേ ഉള്ളൂ, 2ഉം വെട്ടിപ്പോയി, സൈനിൻ്റെ ടേമും വെട്ടിപ്പോയി. അപ്പോൾ കോസ് 90 - x/2. ഡിനോമിനേറ്ററിലോ 2ഉം വെട്ടിപ്പോയി, ഒരു സൈനും വെട്ടിപ്പോയി, ബാക്കി ഒരു സൈനുണ്ട്. സൈൻ 90 - x/2. ഇവിടെ നോക്കിയാൽ ടാനിൻ്റെ ബ്രാക്കറ്റിൽ ഒരു കോസ് ബൈ സൈൻ ഫോമിലാണ് വന്നിരിക്കുന്നത്. രണ്ടുപേരുടെയും തീറ്റ സെയിം ആണല്ലോ, അല്ലെങ്കിൽ ആംഗിൾ സെയിം ആണല്ലോ.
90 മൈനസ് എക്സ് ബൈ 2 ആണ്. അപ്പോൾ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്നുള്ള രീതിയിലാണ് ബ്രാക്കറ്റിലുള്ളത്. അപ്പോൾ അതിന് പകരം എന്ത് കൊടുക്കാം? കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്താണ്? കോട്ട് തീറ്റ. അപ്പോൾ അതിനെ നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് കോട്ട് തീറ്റയ്ക്ക് പകരം 90 മൈനസ് എക്സ് ബൈ 2, അതായത് ടാൻ ഇൻവേഴ്സ് ഓഫ് കോട്ട് 90 മൈനസ് എക്സ് ബൈ 2 എന്ന് കിട്ടി നമുക്ക്. ഈസ് ഇക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് കോട്ട്. ഇനി ആ 90 മൈനസ് എക്സ് ബൈ 2 എന്നുള്ളതിനെ നമ്മൾ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യുന്നു. 90 ബൈ 2 മൈനസ് എക്സ് ബൈ 2 ഈസ് ഇക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് കോട്ട് 90 ബൈ 2 എന്താണ്? 45 മൈനസ് എക്സ് ബൈ 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടാൻ ഇൻവേഴ്സ് ഓഫ് കോട്ട് 45 മൈനസ് എക്സ് ബൈ 2 എന്ന് കിട്ടി. ഇനി ഈ കോട്ടിനെ നമ്മൾ ടാൻ ആക്കും. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടാൻ ഇൻവേഴ്സിനകത്ത് ടാൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ടാൻ ഇൻവേഴ്സിൻ്റെ ബ്രാക്കറ്റിൽ ടാൻ വന്നാൽ അവർ പരസ്പരം ഇൻവേഴ്സ് ആയതുകൊണ്ട് ആംഗിൾ മാത്രം നമുക്ക് ആൻസറായിട്ട് എഴുതാം. അതുകൊണ്ട് ടാൻ ഇൻവേഴ്സിൻ്റെ ബ്രാക്കറ്റിൽ ടാൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ കോട്ടിനെ നമ്മൾ ടാൻ ആക്കും. കോട്ടിനെ എങ്ങനെയാണ് ടാൻ ആക്കുന്നത്? ടാൻ 90 മൈനസ് തീറ്റയാണ് കോട്ട് തീറ്റ. അപ്പോൾ ഈ 45 മൈനസ് എക്സ് ബൈ 2 എന്നുള്ളതിനെ തീറ്റ ആണെന്ന് വിചാരിച്ചാൽ നമുക്ക് കോട്ട് 45 മൈനസ് എക്സ് ബൈ 2 എന്നുള്ളതിനെ ടാൻ 90 മൈനസ് തീറ്റയ്ക്ക് പകരം 45 മൈനസ് എക്സ് ബൈ 2 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എഴുതാം ഈസ് ഇക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ബ്രാക്കറ്റിൽ കോട്ടിനെ നമ്മൾ ടാൻ ആക്കുന്നു. ടാൻ 90 മൈനസ് തീറ്റയ്ക്ക് പകരം 45 മൈനസ് എക്സ് ബൈ 2. ഇപ്പോൾ ടാൻ ഇൻവേഴ്സും ടാനും പരസ്പരം ഇൻവേഴ്സുകളാണ്. അതുകൊണ്ട് നമുക്ക് ആൻസറിൻ്റെ സ്ഥാനത്ത് ആംഗിൾ മാത്രം എടുത്തെഴുതാം. ആംഗിൾ എന്താണ്? 90 മൈനസ് 45 മൈനസ് എക്സ് ബൈ 2. ഇനി നമുക്ക് 90 മൈനസ് എന്നുള്ള ആ മൈനസ് അടുത്ത ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 90 മൈനസ് 45, പിന്നെ ഈ മൈനസ് അകത്തുള്ള മൈനസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആകും. അപ്പോൾ 90 മൈനസ് 45 പ്ലസ് എക്സ് ബൈ 2 എന്ന് വരും. 90 മൈനസ് 45 എന്താണ്? 90-ൽ നിന്നും 45 കുറച്ചാൽ എന്ത് കിട്ടും? 45. അപ്പോൾ 90 മൈനസ് 45ൻ്റെ സ്ഥാനത്ത് 45, പിന്നെ മൈനസ് ഇൻറ്റു മൈനസ് എന്നുള്ളത് പ്ലസ് ആയി, പ്ലസ് എക്സ് ബൈ 2. 45നെ നമ്മൾ പൈയുടെ ടേംസിൽ എഴുതുന്നു. അപ്പോൾ നമുക്ക് പൈ ബൈ 4 എന്ന് എഴുതാം. ദെയർഫോർ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് എന്ത് വരും ആൻസർ? പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ 2. Question number 5. Prove that tan inverse x plus tan inverse of 2x by 1 minus x square is equal to tan inverse of 3x minus x cube by 1 minus 3x square. ഇത് പ്രൂവ് ചെയ്യാൻ നമ്മൾ LHS എടുക്കുന്നു. LHS tan inverse x plus tan inverse of 2x by 1 minus x square is equal to ആദ്യത്തെ ടേം tan inverse x തന്നെ പ്ലസ് രണ്ടാമത്തെ ടേം എന്താണ്? നമ്മൾ ആറാമത്തെ പ്രോപ്പർട്ടിയിൽ പഠിച്ചതാണ്. 2 tan inverse എക്സിൻ്റെ വിലയാണ് എന്ത്? tan inverse ഓഫ് 2x by 1 minus x square. അതുകൊണ്ട് രണ്ടാമത്തെ ടേമിന് പകരം നമുക്ക് 2 tan inverse x എന്ന് എഴുതാം. ഇപ്പോൾ നമുക്ക് tan inverse x പ്ലസ് 2 tan inverse x എന്ന് വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഒരു tan inverse x ഉം 2 tan inverse x ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 3 tan inverse x. അതുകൊണ്ട് നമ്മുടെ ആൻസർ 3 tan inverse x എന്ന് വന്നു. അതിനെ ഇക്വേഷൻ നമ്പർ 1 ഇട്ട് അവിടെ നിർത്തി. അപ്പോൾ LHS നമുക്ക് 3 tan inverse x എന്ന് കിട്ടി. ഇനി നമ്മൾ RHS എടുക്കുന്നു. RHS tan inverse ഓഫ് 3x മൈനസ് എക്സ് ക്യൂബ് ബൈ 1 മൈനസ് 3x സ്ക്വയർ. ഇവിടെ എക്സിന് ടാൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ തീറ്റ എന്ത് വരും? തീറ്റ ഇസ് ഇക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. എക്സിൻ്റെ സ്ഥാനത്ത് ടാൻ തീറ്റ എന്ന് കൊടുക്കുന്നു. RHS എന്താകുമെന്ന് നോക്കാം. ടാൻ ഇൻവേഴ്സ് ഓഫ് 3x മൈനസ് എക്സ് ക്യൂബ് ബൈ 1 മൈനസ് 3x സ്ക്വയർ ഇസ് ഇക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 3 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് ടാൻ തീറ്റ 3 ടാൻ തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ തീറ്റ. ഈ ബ്രാക്കറ്റിലുള്ളത് എന്തിൻ്റെ ഫോമുലയാണെന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. 3 ടാൻ തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ തീറ്റ. ഏത് ഫോമുലയാണ്? ടാൻ 3 തീറ്റയുടെ ഫോമുലയാണത്. അപ്പോൾ നമുക്ക് എഴുതാം ടാൻ ഇൻവേഴ്സ് ഓഫ്
ടാൻ 3 തീറ്റ എന്ന് എഴുതാം. കാരണം ടാൻ 3 തീറ്റയാണ് 3 ടാൻ തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ തീറ്റ. ഇപ്പോൾ ടാൻ ഇൻവേഴ്സും ടാനും പരസ്പരം ഇൻവേഴ്സാണ്. അതുകൊണ്ട് നമുക്ക് ആൻസർ എന്ത് വരും? ആംഗിളാണ് ആൻസറായിട്ട് കിട്ടുന്നത്. ഈസ് ഈക്വൽ ടു 3 തീറ്റ ഈസ് ഈക്വൽ ടു എന്തെഴുതാം? 3 ടാൻ ഇൻവേഴ്സ് എക്സ്. തീറ്റ എന്തായിരുന്നു? ടാൻ ഇൻവേഴ്സ് എക്സ് ആയിരുന്നു. അതുകൊണ്ട് 3 ടാൻ ഇൻവേഴ്സ് എക്സ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ RHS നമുക്ക് 3 ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടി. LHS നമുക്ക് 3 ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടി. LHSും RHSും സെയിം അല്ലേ? ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം നോക്കിയേ. LHSും RHSും ഈക്വലാണ്. അതുകൊണ്ട് നമുക്ക് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 2x ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 3x മൈനസ് എക്സ് ക്യൂബ് ബൈ 1 മൈനസ് 3x സ്ക്വയർ എന്ന് പറയാം.